ഹായ് ഓൾ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ റീജിയണൽ സെൻറ്ററും ലേണേഴ്സ് സപ്പോർട്ട് സെൻറ്ററും എന്താണെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ക്യാമ്പസസ് ഓഫ് ദി യൂണിവേഴ്സിറ്റി ഇത് 3 തരത്തിൽ പറയാം. ഫസ്റ്റ് വൺ ഹെഡ് ക്വാർട്ടേഴ്സ്, സെക്കൻഡ് വൺ റീജിയണൽ സെൻറ്റർ, തേർഡ് വൺ ലേണേഴ്സ് സപ്പോർട്ട് സെൻറ്റർ. ഡീറ്റെയിൽഡായി പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ഹെഡ് ക്വാർട്ടേഴ്സ്, അതായത് നമ്മുടെ മെയിൻ യൂണിവേഴ്സിറ്റി ഉള്ളതാണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയാം. സെക്കൻഡ് വൺ റീജിയണൽ സെൻറ്റർ. റീജിയണൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഓരോ ഡിസ്ട്രിക്റ്റിലെ സ്റ്റുഡൻസിനും അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻസ് കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും അവർക്ക് ഹെഡ് ക്വാർട്ടേഴ്സിനെ സമീപിക്കാൻ ഡിഫിക്കൽട്ടായിരിക്കും. സോ 3 ജില്ലകൾക്ക് വേണ്ടി ഒരു റീജിയണൽ സെൻറ്ററാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോകുന്നതിന് പകരം നമുക്ക് ഡയറക്റ്റ് റീജിയണൽ സെൻറ്ററിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. തേർഡ് വൺ ലേണേഴ്സ് സപ്പോർട്ട് സെൻറ്റർ, LSC എന്നാണ് ഇതിനെ പറയുക. 23 ആണ് ഇപ്പോൾ നിലവിൽ കേരളത്തിലുള്ളത്. ലേണേഴ്സ് സപ്പോർട്ട് സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ ലേണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള സെൻറ്ററാണുള്ളത്. ദാറ്റ് മീൻസ് ഈ റീജിയണൽ സെൻറ്റർ അല്ലാതെ ഓരോ ഡിസ്ട്രിക്റ്റിലും LSCകൾ ഉണ്ടാവും. കേരളത്തിൽ മൊത്തത്തിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 23 LSCകളാണുള്ളത്. അതായത് ഒരു ജില്ലയിൽ ചിലപ്പോൾ 1 ആയിരിക്കും, അല്ലെങ്കിൽ 2 ആയിരിക്കും, അല്ലെങ്കിൽ 3 അതിൽ കൂടുതലോ ഉണ്ടാവാം. ഈ LSCയിലായിരിക്കും നമ്മുടെ ബുക്കും കാര്യങ്ങളും കിട്ടുക, നമ്മൾ എക്സാമിന് പോവുക, ക്ലാസ്സിന് പങ്കെടുക്കുക, അതൊക്കെ ഈ ഒരു LSCയിലായിരിക്കും നടക്കുന്നുണ്ടാവുക. ഈ LSCൻ്റെ ഒരു കോർഡിനേറ്റർ ഉണ്ടാവും നമ്മളെ സ്റ്റുഡൻസിനെ നയിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എവിടെയാണ് ഈ റീജിയണൽ സെൻറ്ററും LSCകളും വരുന്നുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നുള്ളത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ്. ആൻഡ് ഓൾസോ നേരത്തെ പറഞ്ഞ 4 റീജിയണൽ സെൻറ്ററിൻ്റെ ഒന്നിച്ചെന്നെ ഈ ഒരു ഹെഡ് ക്വാർട്ടേഴ്സും ഒരു റീജിയണൽ സെൻറ്ററാണ്. അതായത് 3 ജില്ലകൾ ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, ഈ 3 ജില്ലകളിലുള്ള സ്റ്റുഡൻസിന് റീജിയണൽ സെൻറ്ററായി വരുന്നുള്ളത് മെയിൻ യൂണിവേഴ്സിറ്റി തന്നെയാണ്. അടുത്ത റീജിയണൽ സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ തലശ്ശേരിയിലുള്ള റീജിയണൽ സെൻറ്റർ. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ഈ 3 ഡിസ്ട്രിക്റ്റിലുള്ള സ്റ്റുഡൻസിന് അവരുടെ റീജിയണൽ സെൻറ്റർ തലശ്ശേരിയിലാണ് വരുന്നുള്ളത്. ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് ധർമ്മടം അവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ് റീജിയണൽ സെൻറ്റർ കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലെ സ്റ്റുഡൻസിനും മലപ്പുറം ജില്ലയിലെ സ്റ്റുഡൻസിനും ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മീൻചന്ത, കോഴിക്കോട് ഈ റീജിയണൽ സെൻറ്ററിൽ സമീപിക്കാവുന്നതാണ്. റീജിയണൽ സെൻറ്റർ എറണാകുളം, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ഈ 4 ജില്ലയിലുള്ള സ്റ്റുഡൻസിന് എറണാകുളം ജില്ലയിലെ റീജിയണൽ സെൻറ്ററിൽ സമീപിക്കാവുന്നതാണ്. എല്ലാ റീജിയണൽ സെൻറ്ററിൻ്റെയും അഡ്രസ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാം. അടുത്തതായി റീജിയണൽ സെൻറ്റർ പട്ടാമ്പി. പാലക്കാട് ജില്ലയിലെ കുട്ടികൾക്കും തൃശ്ശൂർ ജില്ലയിലെ കുട്ടികൾക്കും പട്ടാമ്പിയിലുള്ള റീജിയണൽ സെൻറ്ററിനെ സമീപിക്കാവുന്നതാണ്. ഇതാണ് 4 റീജിയണൽ സെൻറ്റർ പ്ലസ് യൂണിവേഴ്സിറ്റീൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, കൊല്ലത്തുള്ള ഹെഡ് ക്വാർട്ടേഴ്സ്, ഇതും ഒരു റീജിയണൽ സെൻറ്ററാണ്. അപ്പോൾ മൊത്തത്തിൽ 5 റീജിയണൽ സെൻറ്ററാണുള്ളത്. ഇനി LSC എന്താണെന്ന് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു LSC എന്നാൽ എന്താണെന്ന്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓൺലൈനായി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് LSC ആണോ വേണ്ടത് അത് കൃത്യമായി നല്ല രീതിയിൽ നോക്കിയിട്ട് തന്നെ കൊടുക്കാം. ആൻഡ് LSC കൊടുക്കുന്ന സമയത്ത് പിന്നൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമുക്ക് എത്താൻ ഈസി ആയിട്ടുള്ള സ്ഥലത്തും കൂടുതൽ ആൾക്കാർ പഠിക്കുന്ന സ്ഥലത്തും വേണം നമ്മൾ LSC സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇഫ് നമ്മൾ LSC കുറച്ച് ഉൾസൈഡിലുള്ള ഒരു കോളേജ് ആണ് എങ്കിൽ ആ കോളേജിലേക്ക് കൂടുതൽ ആൾക്കാർ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ ആ LSCനെ അവർ കട്ടാക്കുകയും നമ്മുടെ ആപ്ലിക്കേഷനെ അവർ വേറൊരു LSCയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. ഇഫ് അതേ യൂണിവേഴ്സിറ്റിയിലെ വേറൊരു LSC അവിടെ സീറ്റ് ഫുള്ളായിട്ടുണ്ട് എങ്കിൽ നമുക്ക് അടുത്ത ജില്ലയിലായിരിക്കും കിട്ടാൻ വേണ്ടി പോവുക. അതുകൊണ്ട് LSC കൊടുക്കുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കുക, കൂടുതൽ കുട്ടികൾ പഠിക്കുന്നുള്ള സ്ഥലത്ത് തന്നെ ആദ്യം കൊടുക്കാൻ വേണ്ടി നോക്കുക. ഇനി ഓരോ ഡിസ്ട്രിക്റ്റിലെയും LSCനെ ഒന്ന് ഡീറ്റെയിൽ ആയി നോക്കാം ഏതൊക്കെയാണ് ഉള്ളതെന്ന്. നെയിംസ് ഓരോ കോളേജിൻ്റെയും പേരുകൾ ഞാനിവിടെ വായിക്കുന്നില്ല. ട്രിവാൻഡ്രത്ത് 3 LSC ആണുള്ളത്. കൊല്ലം ഡിസ്ട്രിക്റ്റിൽ 2 LSC, പത്തനംതിട്ടയിൽ 1 LSC,
ആലപ്പുഴയിൽ 1, കോട്ടയം 1, ഇടുക്കി 1, എറണാകുളം 2, തൃശ്ശൂർ 1, പാലക്കാട് 2, മലപ്പുറം 2, കോഴിക്കോട് 3, വയനാട് 1, കണ്ണൂർ 2, കാസർഗോഡ് 1. ഇത്രയാണ് 23 LSC പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. പിന്നെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു സെൻറ്റർ ചൂസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഈ LSC ചൂസ് ചെയ്തതിന് പുറമെ വേറൊരു സെൻറ്ററാണ് അതിൽ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ എക്സാമിന് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചു കൊടുക്കുക. ഇപ്പോൾ കാസർഗോഡ് ഫോർ എക്സാമ്പിൾ ഒരു LSC മാത്രമാണ് ഉള്ളത്. ലേണേഴ്സിൻ്റെ സപ്പോർട്ട് സെൻറ്ററായിട്ട് ആകെ 1 ഉള്ളത്. പക്ഷേ എക്സാം എഴുതാനുള്ള സെൻറ്റർ ചിലപ്പോൾ 3, 4 ഉണ്ടാവാം. അപ്പോൾ നമ്മൾ കൊടുത്ത LSCയിൽ തന്നെ നമുക്ക് എക്സാം സെൻറ്റർ കിട്ടണം എന്നില്ല. എക്സാം സെൻറ്റർ കൊടുത്ത LSCയിൽ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ സമയത്ത് തന്നെ നമ്മൾ എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി നോക്കാം. അതല്ല എങ്കിൽ കാസർഗോഡ് വേറെയും കോളേജസ് ഉണ്ടാവും എക്സാം എഴുതാനുള്ള സെൻറ്റർ. പക്ഷേ അവിടെ നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവില്ല. ഓൺലി എക്സാമിന് മാത്രമായിട്ട് കുറച്ച് സെൻറ്റേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ കാര്യം കൂടി ഒന്ന് മനസ്സിൽ വെക്കുക. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് LSC ആൻഡ് റീജിയണൽ സെൻറ്റർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, ബൈ.